ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമ്മിൻ്റെ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ് ആർക്കുള്ള പേപ്പറാണ് സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്നത്. അതിലെ 5ാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സ് ഉണ്ട്, മലയാളത്തിലുള്ള നോട്ട്സ് ഉണ്ട്, പെയ്ഡാണ്. അപ്പോൾ നോട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള അസൈൻമെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ പെയ്ഡാണ് കേട്ടോ. ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. അപ്പം നമുക്ക് നോക്കാം, ക്ലാസ്സിലേക്ക് പോകാം. 5ാമത്തെ ബ്ലോക്കിൽ സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പാഠപുസ്തകത്തിൽ 5ാമത്തെ ബ്ലോക്കിൻ്റെ പേര് മോഡേൺ ഇന്ത്യ എന്നാണ്, ആധുനിക ഇന്ത്യ. അതിലെ ഫസ്റ്റ് യൂണിറ്റ് പ്രീ കൊളോണിയൽ പെർസ്പെക്റ്റീവ്സ് ആണ്. നമുക്ക് കാര്യമായിട്ട് 1857 കലാപം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കുറേ ഹിസ്റ്ററി പഠിച്ചവർക്കാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. എന്നാലും ഒന്ന് പറയാം. 1857 കലാപത്തിൻ്റെ കാരണങ്ങൾ, അതിലെ പ്രധാന സംഭവങ്ങൾ, പ്രത്യാഘാതങ്ങളൊക്കെയാണ് ആദ്യം വരുന്നത്. 1857 കലാപം അഥവാ ശിപ്പായി ലഹള എന്ന പേരിൽ കൂടി അത് അറിയപ്പെടുന്നുണ്ട്. അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ ഇന്ത്യൻ സൈനികരുടെയും പൊതുജനങ്ങളുടെയും വലിയ ഒരു വിപ്ലവമായിരുന്നു. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ? ഒന്നാമത്തത് രാഷ്ട്രീയ കാരണങ്ങളാണ്. രാഷ്ട്രീയ കാരണങ്ങളിൽ ബ്രിട്ടീഷ് ആധിപത്യത്താൽ ഇന്ത്യൻ രാജവംശങ്ങൾ തകരുകയും അധികാരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു. അതുപോലെ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് അധികാരികൾ കുട്ടികളില്ലാത്ത രാജാക്കന്മാരുടെ അവകാശം നഷ്ടപ്പെടുത്തുകയും രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പിന്നെ മുൻ ഇന്ത്യൻ ഭരണാധികാരികളെ അവഹേളിക്കുകയും അവരെ വെറുതെ പെൻഷൻ വാങ്ങുന്ന അല്ലെങ്കിൽ കൈക്കൊള്ളുന്ന ഒരു വിഭാഗമായിട്ട് കണക്കാക്കുകയും ചെയ്തു. ഇനി അതിൽ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് എന്ത്, പിന്നെ സൈനിക സഹായ വ്യവസ്ഥ കേട്ടോ. ഇത് രണ്ടുമാണ് രാഷ്ട്രീയ കാരണങ്ങളിൽ മെയിനായിട്ട്: ദത്തവകാശ നിരോധന നയം, സൈനിക സഹായ വ്യവസ്ഥ. ഇനി രണ്ടാമത്തത് സാമ്പത്തിക കാരണങ്ങളാണ്. സാമ്പത്തിക കാരണങ്ങളിൽ ബ്രിട്ടീഷ് നയങ്ങൾ ഭാരതീയ ചെറുകിട കർഷകരെയും വ്യവസായങ്ങളെയും തകർത്തു. അതുപോലെ തന്നെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പോലുള്ള ഭൂനികുതി നയങ്ങൾ നാട്ടുകാരെ കടക്കണിയിലാക്കിയപ്പോൾ ബ്രിട്ടീഷ് കയറ്റുമതി നയങ്ങൾ ഇന്ത്യൻ തനത് വ്യവസായങ്ങളെ തകർത്തു. മറ്റൊന്ന്, തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ, മധ്യവർഗ്ഗക്കാർ എന്നിവരെ അത് സാമ്പത്തികമായിട്ട് ബാധിച്ചു. ഇത്രയാണ് സാമ്പത്തിക കാരണങ്ങളിൽ. ഇനി മൂന്നാമത്തത് സാമൂഹിക സാംസ്കാരിക കാരണങ്ങൾ. അതിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സംസ്കാരത്തെയും മതത്തെയും അപമാനിച്ചു. രണ്ടാമത് പറയുന്നത് ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനങ്ങൾ പല ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കും ഭീഷണിയായി. മറ്റൊന്ന് സതി നിരോധനം, വിധവാ വിവാഹ നിയമം, സാമൂഹിക പരിഷ്കാരങ്ങൾ എന്നിവ പല വിഭാഗങ്ങൾക്കും അനിഷ്ടമായിട്ട് അവർ നടപ്പിലാക്കിയ നല്ലൊരു സംഗതിയാണ്, പക്ഷെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ആചരിച്ചു പോകുന്ന ഒന്നായതുകൊണ്ട് അനിഷ്ടമായിട്ടത് തോന്നി. നാലാമത്തത് സൈനിക കാരണങ്ങളാണ്. സൈനിക കാരണങ്ങളിൽ ഇന്ത്യൻ സൈനികരെ ബ്രിട്ടീഷ് സൈന്യത്തിന് കീഴിലുള്ളവരാക്കി മാറ്റി. വിദേശത്ത് പോരാടാൻ നിർബന്ധിച്ചപ്പോൾ ഹിന്ദു മുസ്ലിം സൈനികർക്ക് മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടായി. മറ്റൊന്ന്, 1857 എൻഫീൽഡ് റൈഫിൾ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ കാർട്രിഡ്ജ് പശുവിൻ്റെയോ പന്നിയുടെയോ കൊഴുപ്പ് ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നൊരു അഭ്യൂഹം പൊട്ടിപ്പുറപ്പെട്ടു, ഒരു കിംവദന്തി ഉണ്ടായി. അപ്പോൾ അത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് അപമാനമുണ്ടാക്കുന്ന ഒന്നായി. അതായത് പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും പശുവിൻ്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും ഇന്ത്യയിൽ നിഷിദ്ധമാണ്. അപ്പോൾ അത് മതപരമായ വികാരത്തെ വ്രണപ്പെടുത്തുന്നതായിട്ട് ആളുകൾ മനസ്സിലാക്കി. ഇത്രയാണ് കാരണങ്ങൾ. 4 കാരണങ്ങൾ പ്രധാനമായിട്ട്: 1 രാഷ്ട്രീയ കാരണം, 2 സാമ്പത്തിക കാരണം, 3 സാമൂഹിക സാംസ്കാരിക കാരണങ്ങൾ, 4 സൈനിക കാരണങ്ങൾ. ഇനി അതിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്? അതല്ല നമ്മളോട് അതിൽ പ്രധാനപ്പെട്ട, അതായത് 1857 കലാപത്തിലെ പ്രധാന സംഭവങ്ങൾ. 1 മീററ്റ് കലാപമാണ്. 1857 മെയ് 10 മീററ്റ്, അതായത് തുടക്കം അവിടെയാണ്. ശിപ്പായിമാർ പുതിയ തോക്കുകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു. ഇത് പ്രതിഷേധത്തിനും വിപ്ലവത്തിനും ഇടവരുത്തി. എവിടെ? മീററ്റിൽ. രണ്ടാമത്തത് ഡൽഹി പിടിച്ചെടുക്കൽ. വിപ്ലവകാരികൾ ബഹാദൂർ ഷാ സാഫറിനെ അവിടെ നേതാവായിട്ട് പ്രഖ്യാപിച്ചു. ഡൽഹി പിടിച്ചെടുത്തിട്ട് ബഹാദൂർ ഷാ രണ്ടാമനെ അവിടുത്തെ ഭരണാധികാരിയായിട്ട് പ്രഖ്യാപിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വലിയ പടയൊരുക്കം നടത്തി അതിനെതിരെ. മൂന്നാമത്തത് കാൺപൂർ കലാപം. നാനാ സാഹിബ് ബ്രിട്ടീഷുകാരെ പുറന്തള്ളാൻ എവിടെ ശ്രമം നടത്തി? കാൺപൂരിൽ. അതായത് കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ്. ബ്രിട്ടീഷ് സൈന്യവും ശക്തമായിട്ട് അതിനെ തിരിച്ചടിച്ചു. നാലാമത്തത് ലക്നൗ, ഝാൻസി, ഗോളിയോർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിൽ, റാണി ലക്ഷ്മിബായി ഝാൻസിയിൽ, താന്തിയ തോപ്പി ഗോളിയോറിലൊക്കെ നേതൃത്വത്തിൽ ശക്തമായ പോരാട്ടങ്ങൾ അവിടങ്ങളിൽ നടന്നു. ഇനി 1858 ബ്രിട്ടീഷ് വിജയമാണ് മറ്റൊരു പ്രധാന സംഭവം.
ഇതിലേക്ക് നോക്കാം. ബ്രിട്ടീഷ് ശക്തമായി തിരിച്ചടിച്ച് കലാപം അടിച്ചമർത്തി. ബഹദൂർ ഷാ സാഫറിനെ റങ്കൂണിലേക്ക് നാടുകടത്തി. ഇന്ത്യൻ ഭരണാധികാരിയായിട്ട് കലാപകാരികൾ പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹത്തെ റങ്കൂണിലേക്ക് നാടുകടത്തി. പ്രധാന നേതാക്കളെ എല്ലാം കൊല്ലുകയോ അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുകയോ ചെയ്തു. ഇത്രയൊക്കെയാണ് പ്രധാന സംഭവങ്ങൾ. ഇതൊക്കെയാണ് മീററ്റ് കലാപം, ഡൽഹി പിടിച്ചെടുക്കൽ, കാൺപൂർ കലാപം, ലക്നൗ ഝാൻസി ഗോളിയോർ കലാപങ്ങൾ, 1858 ബ്രിട്ടീഷ് വിജയം. ഇനി ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് കലാപത്തിൻ്റെ? ബ്രിട്ടീഷ് ഭരണത്തിൽ വലിയ മാറ്റമുണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ. അതായത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നടപ്പിലാക്കി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണഭാരം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. ഇന്ത്യ ബ്രിട്ടീഷ് കിരീടഭരണത്തിൻ്റെ കീഴിലായി. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി. രണ്ടാമത്തെ പ്രത്യാഘാതം സൈനിക പരിഷ്കാരങ്ങളാണ്. ഇന്ത്യൻ സൈന്യത്തിൽ കൂടുതൽ ബ്രിട്ടീഷ് സൈനികരെ ഉൾപ്പെടുത്തി. ഹിന്ദു മുസ്ലിം സൈനികരെ ഒരുമിച്ചുള്ള പ്രവർത്തനം കുറച്ചു. ഇന്ത്യക്കാരെ പ്രധാന തസ്തികകളിൽ നിന്നൊക്കെ മാറ്റി. ഇത്രയൊക്കെയാണ് അതിൽ. ഇനി മൂന്നാമത്തത് വരുന്നത് സാമൂഹിക സാംസ്കാരിക വ്യതിയാനങ്ങളാണ്. ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യൻ മതങ്ങളിൽ നേരിട്ട് ഇടപെടുന്നത് കുറച്ചു. അതുപോലെ തന്നെ പഴയ ഭൂപ്രഭുക്കൾക്ക് കൂടുതൽ സവിശേഷതകൾ നൽകി. പിന്നെ ദേശീയതയുടെ തുടക്കമാണ് ഇതിൻ്റെ പ്രധാനം നാലാമത്തെ ഒരു കാരണമായിട്ട് ദേശീയതയുടെ തുടക്കം. 1857 കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ ചുവടുവെപ്പായിട്ടാണ് കണക്കാക്കുകയല്ല, അങ്ങനെ തന്നെയായിരുന്നു 1858 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാനുള്ള ഒരു അടിത്തറ ഒരുക്കിയത് 1857 കലാപമാണ് എന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട വസ്തുതയാണ് ഈ ഒരു മേഖലയിൽ. ഒരു എസ്സേ ആയിട്ട് വരെ ചോദിക്കാം. പോയിൻ്റായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എഴുതാനുള്ളൂ. നോട്ട് വാങ്ങുകയാണെങ്കിൽ ഞാൻ അതിൽ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്കിതിൽ 1858 കലാപത്തിൻ്റെ പ്രാധാന്യം എന്താണ്? 1857 കലാപത്തിൻ്റെ പ്രാധാന്യം. 1857 ശിപായി വിപ്ലവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഒരു വലിയ രാഷ്ട്രീയ സാമൂഹിക ഉണർവായിരുന്നു. സമഗ്രമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ ഈ പ്രാധാന്യം വിവിധ മേഖലകളിൽ നമുക്ക് വിശദമായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഏതൊക്കെ മേഖലയെയാണ് സ്വാധീനിച്ച് നോക്കുക. ആദ്യം ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അതായത് 1857 കലാപം ഇന്ത്യൻ ചരിത്രത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർക്ക് നേരെയുള്ള ഈ സംയുക്ത പോരാട്ടം ഇന്ത്യയിൽ ദേശീയതയുടെ വിത്ത് പാകാൻ സഹായിക്കുകയും ബ്രിട്ടീഷുകാർക്ക് കനത്ത തിരിച്ചടികൾ വിജയിച്ചില്ലെങ്കിലും കനത്ത തിരിച്ചടികൾ നൽകുകയും ചെയ്തു. പിന്നെ മറ്റൊന്ന്, ബ്രിട്ടീഷ് ഭരണത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. നമ്മൾ പറഞ്ഞു നേരത്തെ എന്താണ് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഒഴിവാക്കിയിട്ട് ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുത്തു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്യം ആവുകയും ആധുനിക ഭരണ സംവിധാനങ്ങൾ ഇന്ത്യയിൽ രൂപം കൊള്ളുകയും ചെയ്തു. ഗവർണർ ജനറലിൻ്റെ പദവി മാറി വൈസ്രോയി പദവി നൽകപ്പെട്ടു. ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണം ഉറപ്പാക്കപ്പെടുകയും ചെയ്തു. ഇനി സൈനിക ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഇന്ത്യൻ സൈന്യത്തിലെ മാറ്റങ്ങൾ അതിൽ പ്രധാനം നേരത്തെ പറഞ്ഞതാണ്. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു. ഇന്ത്യക്കാരെ പരസ്പരം വിഭജിച്ചു. അങ്ങനെ ഹിന്ദു മുസ്ലിം എന്ന വിഭാഗങ്ങളാക്കി വിഭജിച്ചിട്ട് നിയന്ത്രിക്കാൻ അവർ ശ്രമിച്ചു. ഇന്ത്യൻ സൈന്യത്തെ പ്രധാന തസ്തികകളിൽ നിന്നൊക്കെ ഒഴിവാക്കി. ഇനി ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണകർത്താക്കൾ ഭിന്നിപ്പിച്ച് ഭരിക്കൽ തന്ത്രം വഴി കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇന്ത്യക്കാരെ വിശ്വസിക്കാത്ത അവസ്ഥ അവർ സൃഷ്ടിച്ചു. പിന്നെ ദേശീയ ഉണർവിനുള്ള പ്രചോദനം ഉണ്ടായി എന്നുള്ളത്. 1857 കലാപം നിരവധി ദേശീയ നേതാക്കളെ പ്രചോദിപ്പിച്ചു. വിശേഷിപ്പിച്ച് ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് പോലെയുള്ള നേതാക്കളെ അത് പ്രചോദിപ്പിച്ചു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാനുള്ള കരുത്ത് ഈ കലാപം പകർന്നു നൽകി. ഭാരതീയർ സ്വാതന്ത്ര്യബോധം, ഐക്യദാർഢ്യം, അതുപോലെ സ്വയംഭരണ ചിന്തകൾ എന്നിവ വളർത്തുന്നതിന് ഇത് സഹായകമായി. പിന്നെ ആധുനിക ഇന്ത്യയുടെ രൂപീകരണം. ബ്രിട്ടീഷ് ഭരണകൂടം നിയമവ്യവസ്ഥ, റെയിൽവേ, ടെലിഗ്രാഫ്, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ അധികം ശ്രദ്ധ കൊടുത്തു. അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരത്തെയും മതത്തെയും നേരിട്ട് ബാധിക്കുന്ന നിലപാടുകൾ കുറച്ചു. ഇന്ത്യൻ പ്രജകളുടെ മനോഭാവം വിപ്ലവാത്മകമായിട്ട് മാറി. അതായത് കലാപം നടത്താം, അവരെ പരാജയപ്പെടുത്താൻ കഴിയാത്തവരൊന്നുമല്ല എന്നുള്ള ഒരു ധാരണ ഇന്ത്യക്കാരിൽ വളർത്തുന്നതിന് ഇത് സഹായിച്ചു. 1857 കലാപം സഹായിച്ചു. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ അവരെ പോലെ ആധുനിക ആയുധങ്ങളൊന്നും അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നില്ല, ഇന്ത്യക്കാരുടെ കൈകളിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരു പരിധിവരെ അവരെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് ഇന്ത്യക്കാർക്ക് ആ കലാപത്തിൽ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എസ്സേ 1857 കലാപത്തിൻ്റെ ഒരു എസ്സേ ആണ് നമുക്ക് ഈ ഒരു യൂണിറ്റിലെ ഏറ്റവും പ്രധാനം കേട്ടോ. ഓക്കെ, താങ്ക്സ്.